നിങ്ങളുടെ ഫേസ് എപ്പോഴെങ്കിലും അസിമെട്രിക്കലാന്ന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ അതിന് കാരണം ഞാൻ ഈ പറയുന്ന പോയിന്റുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഒന്നാമതായിട്ട് ഡെന്റൽ ഫാക്ടേഴ്സ് കൊണ്ടുവരാം. ഡെന്റൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ നമ്മളെ ജോയിന്റ് അലൈൻമെന്റിൽ വ്യത്യാസം, അതുപോലെ ടീത്തിന്റെ അലൈൻമെന്റിൽ വ്യത്യാസം, അതുപോലെ തന്നെ ഈ യൂണിലാറ്ററലായിട്ട് ചൂയിങ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഫേഷ്യൽ അസിമെട്രി കാണാറുണ്ട്. രണ്ടാമത്തെ ഒരു ഫാക്ടർ പറയുകയാണെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് പറയാം. പിന്നെ മൂന്നാമത്താണെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസ്, അതുപോലെ ഡെവലപ്മെന്റൽ അനോമലീസ്, അതുപോലെ ഏജ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഒക്കെ വരാം. നാലാമത്തായിട്ട് പറയുകയാണെങ്കിൽ ട്രോമ അല്ലെങ്കിൽ ചില ഇൻഫെക്ഷൻസ് കാരണം, ജോയിലുള്ള ചില ഇൻഫെക്ഷൻസ് കാരണവും ഈ ഫേഷ്യൽ അസിമെട്രി കാണാറുണ്ട്. പിന്നെ വേറൊരു ഫാക്ടേഴ്സാണ് ഈ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സ്ലീപ്പിംഗ് പൊസിഷൻ, അതുപോലെ പോസ്റ്ററിലെ വ്യത്യാസം, അതുപോലെ സ്മോക്കിംഗ് എക്സെട്ര. ഫേഷ്യൽ അസിമെട്രിയുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഒന്ന് നോൺ സർജിക്കലും ഉണ്ട്, സർജിക്കലും ഉണ്ട്. നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ബ്രേസസ് ആൻഡ് അലൈനേഴ്സ് ആണ്. ഈ ഫേഷ്യൽ അസിമെട്രി കേസസിൽ അധികവും ഈ ബ്രേസസും അലൈനേഴ്സും നമ്മൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും സ്കെൽറ്റൽ എക്സ്പാൻഷൻ, അതുപോലെ ടാഡ് അസിസ്റ്റഡ് ഓർത്തോഡോണ്ടിക്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. നിങ്ങളുടെ ഫേഷ്യൽ അസിമെട്രിക്ക് നോൺ സർജിക്കലായിട്ട് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അറിയണമെങ്കിൽ അടുത്തുള്ള ഒരു നല്ല ഓർത്തോഡോണ്ടിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം.